ദൈവത്തിൽ നമുക്ക് ആത്മീയതയുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. ആത്മീയതമായിട്ട് എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ്, വിഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആനുകൂല്യങ്ങളെന്ന് പറയുന്നത്. ദൈവത്തെ നേരിട്ട് നമ്മൾ ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആത്മീയത ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ ആനുകൂല്യത്തിൽ തന്നെ നമ്മൾ ജീവിച്ചു പോകും. ദൈവത്തിന് നമ്മളെ ചുമ്മാ എഴുതിത്തള്ളാൻ പറ്റത്തില്ല. ദൈവത്തിന് എഴുതിത്തള്ളാൻ പറ്റാത്തൊരാളായിട്ട് നമ്മൾ ഉടമ്പടി നമ്മളെ കൺവേർട്ട് ചെയ്യും. ഉടമ്പടി കൺവേർഷൻ നടക്കണില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടക്കുന്ന കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് നമ്മളെ തള്ളിക്കളയാൻ പറ്റാത്തൊരാളായിട്ട് നമ്മൾ മാറും. അത് എപ്പോഴാണ് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായി മാറേണ്ടത്? അത് പഴയ നിയമം പോലെ അതിൻ്റെ പ്രൊവിഷനുകളൊക്കെ ഉണ്ട്. എന്താണ്? ദൈവത്തിന് നമ്മൾ ബഹുമാന്യനായ, ദൈവത്തിന് നമ്മൾ പ്രിയങ്കരനായാൽ ആ ദൈവത്തെ നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിനക്ക് പകരമായി ഞാൻ ജനതകളെ കൊടുക്കുന്നു. ഒരു സമൂഹം പോലും ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി അവഗണിക്കും. എന്താ കാര്യം? നീ എനിക്ക് പ്രിയങ്കരനാണ്.